കറൻസി തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ പ്രധാനി ഭോപ്പാലിൽ അറസ്റ്റിൽ. പ്രതി മാനവേന്ദ്ര സിംഗിനെയാണ് ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തത്. 46 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് സംഘം നടത്തിയത്. പത്തനംതിട്ട തെക്കേമല സ്വദേശി ബിനു കാർത്തികേയന്റെ പരാതിയിലാണ് അറസ്റ്റ്. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഈ ആറന്മുള പോലീസ് സംസ്ഥാനത്ത് തന്നെ വലിയൊരു ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിലെ പ്രധാന കണ്ണിയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭോപ്പാൽ സ്വദേശിയായിരുന്ന മാനവേന്ദ്ര സിംഗിനെയാണ് ഭോപ്പാലിൽ ചെന്നുകൊണ്ട് ആറന്മുള പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുക്കുകയും കേരളത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ പത്തനംതിട്ട തെക്കേമല സ്വദേശി ബിനു കാർത്തികേയനാണ് ഇത്തരത്തിൽ ക്രിപ്റ്റോ കറൻസി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് 46 ലക്ഷത്തിലധികം രൂപയുടെ ഒരു തട്ടിപ്പിന് ഇരയായത്. കഴിഞ്ഞ വർഷം ജൂലൈ മാസം 7-ാം തീയതി മുതൽ ഡിസംബർ മാസം 12-ാം തീയതി വരെയായിരുന്നു ഈ സംഘം ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയത്. സോഷ്യൽ മീഡിയ വഴിയാണ് ഇത്തരത്തിൽ ക്രിപ്റ്റോ കറൻസി വാഗ്ദാനവുമായുള്ള പരസ്യങ്ങൾ കണ്ട ഇദ്ദേഹം ഇവരെ സമീപിക്കുന്നത്. പിന്നീട് ഇത് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് പോയി. പിന്നീട് പല തവണകളായി ജൂലൈ മാസം മുതൽ ഡിസംബർ വരെ ഈ സംഘം 46ഓളം ലക്ഷം രൂപ തട്ടിയെടുത്തു. പിന്നീട് ഈ ക്രിപ്റ്റോ കറൻസിയും ഇല്ലെങ്കിൽ ഇതിന്റെ മൂല്യത്തിനനുസരിച്ച് ഇവർ വാഗ്ദാനം ചെയ്ത തുക ആവശ്യപ്പെട്ട ഘട്ടത്തിൽ ഇത് ലഭിച്ചില്ല. പിന്നാലെയാണ് ആറന്മുള പോലീസിൽ ഇദ്ദേഹം പരാതി നൽകിയത്. പിന്നീട് പോലീസ് ഇതിന്റെ ബാങ്ക് വിവരങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് ആറന്മുള പോലീസ് ഇതുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് വിവിധ ഘട്ടങ്ങളായി കഴിഞ്ഞ കുറേ ആഴ്ചകളായി പോലീസിന്റെ ഒരു പ്രത്യേക സംഘം ഈ സൈബർ തട്ടിപ്പ് കാരെ അന്വേഷിച്ച് വലിയ തോതിൽ പരിശോധനകൾ നടത്തി. ബാങ്ക് ഇടപാടുകൾ, ടെലിഗ്രാം ചാറ്റ് ഉപയോഗിച്ചുള്ള സമാനമായ തട്ടിപ്പുകൾ ഉൾപ്പെടെ നടത്തി വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ സംഘത്തിലെ പ്രധാന കണ്ണിയെ ഭോപ്പാലിൽ നിന്ന് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് പേർ കൂടി ഇനിയും പിടിയിലാവാനുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് ഉൾപ്പെടെ വിവിധ കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ വലിയ തോതിൽ പ്രചരണം നടത്തുകയും ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഒരാൾ കൂടി പത്തനംതിട്ട ജില്ലയിൽ ഇത്തരത്തിലൊരു തട്ടിപ്പിന് ഇരയാകുന്നത്. സംസ്ഥാന പോലീസിന്റെ കണക്കുകൾ അനുസരിച്ച് ഓരോ വർഷവും 200 കോടിയിലധികം രൂപയാണ് ഇത്തരത്തിൽ സൈബർ തട്ടിപ്പിലൂടെ നഷ്ടപ്പെടുന്നത്. പല കേസുകളിലും ഇത്തരം സൈബർ തട്ടിപ്പ് നടത്തുന്ന ആളുകളെ കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ്. പക്ഷേ ഈ കേസിൽ ഈ ആസൂത്രണം നടത്തി പണം തട്ടിയ സംഘത്തിലെ 46 ലക്ഷത്തിലധികം രൂപ തട്ടിയ സംഘത്തിലെ പ്രധാനിയെ തന്നെ പത്തനംതിട്ട കറൻസി തട്ടിപ്പിലെ മുഖ്യ സൂത്രധാരനെയാണ് പോലീസ് ഭോപ്പാലിൽ നിന്ന് പിടികൂടിയത്.